തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസനും അവരുടെ മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിൻ്റെ അരികിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കെന്ന് പ്രാർത്ഥിക്കാം, ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ. നമ്മൾ കുഞ്ഞിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം ആ പൈതലിന് മേലൊന്ന് തൊട്ട് കുഞ്ഞിനെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അലിസ അൽഫ ജോബിൻ, പ്രിയ പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കാണുവാൻ കഴിയും മത്തായിയുടെ സുവിശേഷം 19 13 വാക്യത്തിൽ. ഹല്ലേലൂയ. മനെ വചനം നേടണേ. കർത്താവ് ശിശുക്കളെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മനെ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 19 13 വാക്യം. ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കൾ, ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞ് നമ്മുടെ കരം തൊടുമ്പോൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ കരം ആ പൈതലിൻ്റെ മേലൊന്ന് അമരുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 19 13 വാക്യം ഒന്ന് എടുത്താട്ട്. അവൻ കൈവച്ച് വായിച്ചോളെ. ശിഷ്യന്മാർ അവനെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന്. ആർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ട്. ഹലോ അനുശാസിച്ച ശബ്ദത്തിൽ പറഞ്ഞേ. ശിശുക്കളെ പോലെ ദൈവസന്നിധിയിൽ വരുന്നവർ, കണ്ണുമടച്ച് ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർ, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവർ. തിരിച്ചു വേണേ ചിന്തിക്കാൻ. 2025 വർഷമായി കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ശിശുക്കളെ പോലെ എന്റെ കർത്താവ് വരും, അവൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ട്. എന്റെ ദൈവം എന്റെ മേൽ നിറവേറ്റും. ഹല്ലേലൂയ. ഇത് ഒരു വചന ശുശ്രൂഷയാ. ഈ വചന ശുശ്രൂഷയും നമുക്ക് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10 13 മുതലുള്ള വാക്യങ്ങളൊന്നും എടുത്താട്ട്. മർക്കോസിന്റെ സുവിശേഷം 10 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരും അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ. അടുത്തോട് വായിച്ച മോളെ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ ശിശു എന്ന, അതുകൊണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കണമെന്നല്ല, ശിശുക്കൾ വിശ്വസിക്കുന്നത് പോലെ ദൈവരാജ്യത്തെ ശിശുക്കൾ എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ലെന്ന് നസറനായ യേശു പറയുന്ന വാക്കായത്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 16 വാക്യം കൂടെ വായിച്ച മോളെ. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. പിന്നെ അവൻ അവരുടെ മേൽ അണച്ച് അവരുടെ മേൽ കൈവച്ചു. ഇന്ന് പകൽക്കാലം അൽഫായ്ക്കും ജെറിനും കൊടുത്ത പൈതലിനെ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് തൊട്ട്, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു ഈ പൈതൽ ഒരു അസാധാരണക്കാരിയായി മാറണം. യേശുവിന്റെ കരമായിരിക്കണം പൈതലിന്റെ മേൽ തൊടുന്നത്. മാതാപിതാക്കളുടെ ബുദ്ധി പോലെ അല്ല. പിതാവ് പറഞ്ഞതുപോലെ തലമുറയായി എന്റെ സങ്കേതമെന്ന്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ 3ാമത്തെ തലമുറയും പറയണം, എന്റെ വല്യപ്പന്റെ ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലമുറയായി എന്റെ സങ്കേതം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 9:1 ഒന്ന് വന്നാട്ട്. നമുക്കറിയാം ജലപ്രളയത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 9:1 ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകയും. ഒന്ന് ശ്രദ്ധിക്കണമേ,
നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകാനാ എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ, ഈ പ്രതിഷ്ഠയുടെ സമയത്ത് നിനക്ക് കർത്താവുമായിട്ട് പറയാം, കർത്താവെ ഞാനും ഈ വചനം ഏറ്റെടുക്കുക, സന്താന പുഷ്ടിയുള്ളവനായി പെരുകുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കണമേ. ഞാൻ പലയിടത്തും പറഞ്ഞ വാക്കുകളുണ്ട്, എനിക്കറിയാം. നമ്മുടെ ജെയ്സനും ഷീനായും അവർക്ക് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാ കുഞ്ഞുങ്ങൾ ജനിച്ചത്. ഞാൻ പല കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് സമർപ്പിക്കുമ്പോൾ ഞാൻ ജെയ്സന്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. വെള്ള ഉടുപ്പ് നനഞ്ഞ് കണ്ണുനീര് വീഴുന്നത്. പ്രിയമൈതലേ, നിനക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ കണ്ണുനീര് വീഴുന്നത് അനുഗ്രഹമാണ്. പ്രിയ ദൈവങ്ങളെ, ദൈവത്തിന്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. യഹോവേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ വെളിപ്പെടുത്തുമാറാകണമേ. ദൈവത്തോടൊന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, എല്ലാവരും ഒന്ന് നമുക്ക് ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കൺകളൊന്ന് മൂടിക്കാട്ടെ. ആരും കൺകൾ തുറന്നിരിക്കാതെ കർത്താവിനോട് പറയാൻ കഴിയുമോ? ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ സഭ അനുഗ്രഹിക്കപ്പെടണം. തലമുറയില്ലാത്തവർക്ക് ദൈവം തലമുറകളെ കൊടുക്കുമാറാവണം. ചേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവ്, നിങ്ങളുടെ ഉള്ളിൽ തോന്നിക്കുന്ന കുടുംബത്തെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച്, കർത്താവേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ. ഹല്ലേലൂയ. സെപ്റ്റംബർ മാസം 21 ഞായറാഴ്ച 12 മണിക്ക് ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹബക്കൂക്ക് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. ദൈവമേ, സഭയാം കുടുംബങ്ങളുടെ പ്രാർത്ഥനാഭിഷേകത്തിന്മേൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. ഏത് പ്രാർത്ഥനാഭിഷേകമായിരുന്നാലും ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ ചില ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണണം. ഹല്ലേലൂയ. അത് രോഗമായിരുന്നാലെന്നാ, കർത്താവെ, തുടച്ചു മാറ്റേണ്ടതിനെ തുടച്ചു മാറ്റിയേ മതിയാവും. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവമാണ് സന്തതികളെ തരുന്നത്. അബ്രഹാം വിശ്വസിച്ചു, ദൈവമാണ് സന്തതികളെ തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്ന ആ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12:3 വന്നാട്ട്. ഉൽപ്പത്തി പുസ്തകം 12 3 വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, നിന്റെ ശൂന്യാവസ്ഥയും ഞാൻ മാറ്റും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. മോളെ വായിച്ച മോളെ, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അബ്രഹാം കണ്ണു മറിച്ചെന്നൊക്കെ വിശ്വസിച്ചു. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. വിശ്വസിക്കാൻ പറ്റാത്ത സമയത്താണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു പറയുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവളെ ഒന്നുകൂടെ വായിച്ചു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ നിന്റെ പേർ വലുതാക്കും. മോളെ തുടർന്നോട്. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ശാപവും നിന്നെ തോർത്തില്ലെന്ന് വിളിച്ചു പറയണം. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ ശപിക്കാൻ പോകണ്ട. ഞാൻ ഇവിടുന്ന് ഓർക്കുകയായിരുന്നു, ചെറുപ്രായത്തിൽ പറഞ്ഞ വാഗ്ദത്തം ദൂത്, പ്രവാചകനിൽ കൂടെ പറഞ്ഞ ദൂത് എന്റെ ജീവിതത്തിൽ ഇന്ന് 58-ാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ചെറുപ്രായത്തിൽ
അന്നത്തെ കാലത്ത് എനിക്ക് വിശ്വസിപ്പാൻ കഴിയത്തില്ല. അന്നത്തെ കാലത്ത് എന്റെ മാതാപിതാക്കൾക്ക് അത് വിശ്വസിപ്പാൻ കഴിയത്തില്ല. മോനെ, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മോനെ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ. സാഹചര്യത്തിന് വിരോധമായി വിശ്വസിന്, ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 122 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ. ഹല്ലേലൂയ. എടുത്തു വായിച്ചോ മോളെ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ആമേൻ. സ്തോത്രം. മക്കൾ യഹോവ നൽകുന്ന അവകാശം. അങ്ങനെയെങ്കിൽ എന്റെ അവകാശം ദൈവത്തിൻ്റെതാണ്. ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. കർത്താവിനോടൊന്ന് പറയുവാൻ കഴിയുമപ്പാ, ആ ഉദരഫലം എനിക്ക് തരുമാറാകണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ കുടുംബങ്ങളിൽ തലമുറയില്ലാത്തവർക്ക് ദൈവം തലമുറയെ കൊടുക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങളുടെ സാക്ഷി നമ്മൾ കേട്ടിട്ടുണ്ട്. ഉദരഫലം അവൻ തരുന്ന ഒരു അവകാശമാണ്. സങ്കീർത്തനം 139:16 ഒന്ന് വരുമ്പോൾ, ഹല്ലേലൂയ, 139 സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതെ. വിശ്വസിക്കണം, എന്തുവാണ്? പിണ്ടാകാരമായിരുന്നപ്പോൾ കണ്ടൊരു കൺകൾ എന്റെ പൈതലിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. മോളെ വായിച്ച മോളെ. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരുത്തനും വായിക്കാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് മനുഷ്യൻ മാറ്റും, പക്ഷേ എന്റെ ദൈവം മാറ്റത്തില്ല. മനുഷ്യന്റെ സ്നേഹം കുറയുമ്പോൾ അവൻ മാറ്റിയേക്കാം, അല്ലെങ്കിൽ ദൈവദാസന്മാർ മാറ്റിയേക്കാം. എന്റെ ദൈവത്തിന്റെ പേര് കർത്താവ് എഴുതിയത് ഒരു മനുഷ്യനും വായിക്കാൻ കഴിയത്തില്ല. മോളെന്ന് വായിച്ച മോളെ. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോട് സ്തോത്രം. മാതാപിതാക്കളോട് 1-2 കാര്യം പറയാം. നിങ്ങൾക്ക് തന്ന കുഞ്ഞിനെ നിങ്ങൾ ദൈവകൃപയിൽ വളർത്തണം. ഏറ്റവും ഉപരിയായി കുഞ്ഞുങ്ങൾക്ക് നല്ല ജ്ഞാനത്തെ ദൈവം കൊടുക്കും. നിങ്ങളുടെ ഭവനത്തിൽ വേണം നിങ്ങൾ കുഞ്ഞിനെ, അവൾ സംസാരിക്കാൻ പറയുമ്പോൾ തന്നെ, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം അവളെ പഠിപ്പിക്കണം. 2-3 കൊച്ചു വാക്യങ്ങളൊക്കെ പറയണം. കുഞ്ഞിനെ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. വിശ്വസിക്കണം. കുഞ്ഞിനെ കയ്യിലെടുത്ത് പറയണം, എന്റെ കുഞ്ഞിനെ ഭയങ്കരവും അതിശയമായി സൃഷ്ടിച്ചിരിക്കാൻ പറഞ്ഞാട്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണം, കർത്താവേ, കുടുംബ പ്രാർത്ഥന വേണം മക്കളെ. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. ശിക്ഷിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചിരിക്കണം. അതൊരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരണം. എന്തുവാണ്? ഭയങ്കരവും അതിശയകരമായി എന്റെ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കാൻ ജെറിയും അൽഫായും എടുത്ത് കുഞ്ഞിന് സ്തോത്രം ചെയ്യണം. എന്റെ കുഞ്ഞ് വ്യത്യാസമുള്ളതായി മാറും. അവരെ ദൈവസന്നിധിയിൽ വളർത്താമെന്ന് നിങ്ങൾ ഈ കുഞ്ഞിന്റെ മുമ്പാകെ, ദൈവ മുമ്പാകെ നിങ്ങൾ തീരുമാനമെടുക്കണം. അവരുടെ മാനസിക, ശാരീരിക, ആത്മീയ വളർച്ചയ്ക്ക് ഹല്ലേലൂയ ആ പൈതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാതാപിതാക്കളുടെ ചുമതലയാണ്. ഭവനത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം. എനിക്കറിയാം, നമ്മുടെ ചർച്ചിൽ പല കുടുംബങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഭവനത്തിൽ വെച്ച് വചനം പഠിപ്പിക്കും. സൺഡേ സ്കൂളൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാ മിക്ക ചർച്ചുകളിലും സൺഡേ സ്കൂളുണ്ട്. പക്ഷെ ഏറ്റവും ഉപരിയായി നിങ്ങൾ
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 6:6 ഒന്ന് വന്നാട്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 6-7 വായിക്കാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. സ്തോത്രം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും. ജെറിനും അൽഫായും ചിന്തിക്കണം, കേൾക്കണം, ഏറ്റെടുക്കണം. മാതാപിതാക്കൾ ഏറ്റെടുക്കണം. മോളെ ഒന്നോട് വായിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഒന്ന് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അടുത്തത്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അടുത്തൂടെ, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ പറയണം, കുഞ്ഞെ പ്രാർത്ഥിച്ചോടാ, നീ പ്രാർത്ഥിച്ചിട്ടേ സ്കൂളിൽ പോകാവുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന ആവശ്യപ്പെട്ട സ്വോത്രം പറയാൻ പഠിപ്പിക്കണം. നീ നമ്മുടെ ചുമതല ആ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുന്നത്. വായിച്ച മോളെ, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അത് അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അത് നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. പറഞ്ഞ ദൈവത്തിന്റെ വചനം അതാണ് നമ്മളെ ഉന്നതമായ രീതിയിൽ എത്തിക്കുന്നത്. മോളെ ഒരു വചനം കൂടെ വായിച്ചാട്ട് മോളെ. സങ്കീർത്തനം 78:4. സങ്കീർത്തനം 78:4. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു. തലമുറയോട് നമ്മൾ പറയണം, നിങ്ങൾ അതിന് കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ സമയം പോകുന്ന 4-2 വാക്യങ്ങൾ പോയി. സദൃശവാക്യം 13:24 ഒന്ന് വന്നാട്ടെ. ഹല്ലേലൂയ. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. അടുത്തോട് വായിച്ചു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. അടുത്തൂടെ, നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. കേട്ടോ, ഒന്നുകൂടെ വെളുത്ത ഭാവം ഒന്നുകൂടെ വായിച്ചോ. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. മാതാപിതാക്കൾ അടിച്ച ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കര ഉയർത്താൻ കഴിയുമോ? ആ ശിക്ഷ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഉറപ്പുണ്ടോ? എനിക്കുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അപ്പനായിരുന്നു എന്നെ കൂടുതൽ അടിക്കുന്നത്. അമ്മ തീരെ അടിക്കത്തേ ഇല്ലായിരുന്നു. അപ്പം നല്ല ചൂരല് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പിള്ളേരായി, 4 ആൺപിള്ളേരെ അപ്പം തല്ലിയിട്ടുണ്ട്. ചുമ്മാതല്ല, കുശൃതി കാണിക്കുമ്പോൾ. എന്നാൽ എൻ്റെ പെങ്ങൾക്ക് അധികം ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല. മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് അത് അനുഗ്രഹമായി മാറും. മാതാപിതാക്കളുടെ കിഴുക്കൊക്കെ അങ്ങോട്ട് കിട്ടുമ്പോൾ വളരെ അനുഗ്രഹമായി മാറും. ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ 2 ഞങ്ങൾ തമിഴ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഷിൽജി പറയും, പപ്പ എനിക്ക് PP വെക്കാൻ പോകണം. എനിക്കറിയാം അവിടുന്ന് PP വെക്കാനൊന്നും അല്ല, അവൾക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോകണം. അവിടെ തന്നെ പിടിച്ചിരുത്തും. ഷാറോൺ ഞാൻ പല പ്രാവശ്യം കിഴുക്കിയിട്ടുണ്ട്. അവിടെ യോഗം കഴിഞ്ഞിട്ട് നിന്നെ PP വെച്ചാൽ മതി, നീ പാമ്പിന്റെ PP വെക്കുന്ന PP വെച്ചോ. ആ ശിക്ഷയൊക്കെ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ, യുവജനങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനമായി നിൽക്കുന്നു. ശിക്ഷ കൊടുക്കേണ്ടിയപ്പം ശിക്ഷ കൊടുത്താൽ അത് അനുഗ്രഹമാണ്. പ്രിയ ദൈവമക്കളെ, ഓടി നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാ ടോയ്ലറ്റിൽ പോയിട്ട് വന്നെന്ന്. ഹല്ലേലൂയ. അവർ മാതാപിതാക്കൾ ഏറ്റവും അറിയാം. പോകുമ്പം ആമൻ ആരാധനയ്ക്ക് വരുമ്പോൾ അത് ഉപേക്ഷയായി ചിന്തിക്കരുത്, പെട്ടെന്ന് കൊണ്ടുപോകരുത്. അവിടെ ഇരുത്താം. ദൈവവചനം കേൾക്കണം. കേൾക്കുന്നില്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ദൈവസന്നിധിയിൽ തന്നെ അവരെ ഇരുത്തണം. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ശാപങ്ങളെ പൊട്ടിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ജാതികളുടെ ശാപങ്ങളെ പൊട്ടിക്കുന്നവരാക്കി എന്റെ തലമുറ മാറണമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നമുക്ക് ശാപങ്ങൾ പിൻപറ്റത്തില്ല, പക്ഷേ അവരിൽ കൂടെ
ജാതികളുടെ ശാപങ്ങളെ പൊട്ടിക്കുന്നവരാക്കി. എൻ്റെ മോനെ വിളിച്ചു പറയണം, അത് പെൺകുഞ്ഞാണല്ല ആൺകുഞ്ഞാണല്ലാണ്, ശാപങ്ങളെ പൊട്ടിക്കുന്ന ഒരു അധികാരം കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളാമേൻ അവർ അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നവരായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ കുഞ്ഞൊരു ഭാഗവാക്കായി മാറണം. ജേർണും ആൽഫായും വിശ്വസിക്കണം, ഈ പൈതൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ജർമ്മൻ അവളായിരിക്കുന്ന രാജ്യത്തിന്റെ രക്ഷയ്ക്കായി എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, എൻ്റെ തലമുറ വളർന്നു വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവാണ്. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിനെ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പായിട്ട് ഒരു സമർപ്പണ ഗീതം ഒന്ന് പാടിക്കാട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തുടങ്ങിക്കോ. ജെറിനും ആൽഫായി മുമ്പിൽ വന്നാട്ടെ, അവിടെ മാതാപിതാക്കളും വന്നാട്ടെ. എൻ ദൈവമേ നന്ദി എന്നേശു പരാ. എല്ലാവരും ദേവസ്ഥനിൽ ഒരു നേരുന്നുണ്ട്. നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും ആമേൻ. സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ. കരങ്ങളൊക്കെ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശബ്ദത്തോടെ ഓ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശു പരാ. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ കരം ഈ പൈതലിന്റെ പേരിലൊന്ന് തൊടുപടിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിനെ ദൈവകൃപയിൽ വളർത്തുവാൻ എന്റെ ദൈവ മാതാപിതാക്കൾക്ക് അവിടുന്ന് കൃപ പകരുമ്പടിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അലീസ ഒരു ദൈവ പൈതലായി ഈ ഭൂമിയിൽ വളർന്ന് ദൈവത്തിനും മാതാപിതാക്കൾക്കും ദൈവസഭയ്ക്കും ഈ പൈതൽ ഒരു അനുഗ്രഹമായി മാറണം. ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി മാറണം. ഈ പൈതലിനെ കാണുന്നവർ ദൈവത്തെ കാണുവാൻ ദൈവം മുഖാന്തരം ഒരുക്കണം. കർത്താവേ, നിന്റെ ദാസന്മാരായ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അൽസായെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളൊരു അനുഗ്രഹമായി മാറട്ടും. മാതാപിതാക്കളുടെ ബുദ്ധിയിൽ എത്താത്ത രീതിയിൽ, അവരുടെ ചിന്തയിൽ പോലും വരാത്ത രീതിയിൽ ഈ പൈതൽ ഒരു അനുഗ്രഹമായി മാറുമാറാണമേ. ഇവളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമിയിൽ ദൈവം നിറവേറ്റുമ്പടിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഉപരിയായി നിത്യതയിൽ എത്തണം കർത്താവേ. കർത്താവിന്റെ വരവിങ്കൽ ഈ പൈതൽ എടുക്കപ്പെടണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് നെട്ടിക്കാട് കരം നെട്ടി മാതാപിതാക്കളുടെ കർത്താവിന്റെ കരമൊന്ന് തൊടുവാൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പൈതലിനെ ദൈവം വളർത്തിക്കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അപ്പാ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എറിനെയും അൽഫായെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പ, ദൈവം അവർക്ക് ദാനമായി കൊടുത്തപ്പോൾ അതിനെ എന്റെ കർത്താവെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ ദൈവകൃപയിൽ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ, നിത്യതയിലെത്തിപ്പാൻ മാതാപിതാക്കൾക്കൊരു ഭാഗമാക്കി ദൈവം മാറ്റണമേ. മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാപിതാക്കൾക്ക് ദൈവോടുന്ന കൃപ പകരുമാറാണമേ. വീണ്ടും ദൈവം അവർക്ക് തലമുറയെ കൊടുക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ, ഇവരൊരനുഗ്രഹമായി മാറട്ടും. യേശുവിന്റെ രക്തത്താൽ 3 പേരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന ദൈവോടുന്ന് കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.